കുടുംബങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ കല്ലറ പരിശോധന താൽക്കാലികമായി നീട്ടി. PV അൻവർ MLA രാജിവെച്ചു. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനയുഗ ഓൺലൈൻ മോജ് ന്യൂസിലേക്ക് സ്വാഗതം. കുടുംബാംഗങ്ങളുടെ പ്രതിഷേധത്തിന് പിന്നാലെ നെയ്യാറ്റിങ്കര ഗോപൻ സ്വാമിയുടെ ദുരൂഹ കല്ലറ പരിശോധന താൽക്കാലികമായി നീട്ടി. ക്രമസമാധാന പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന വിലയിരുത്തലിനെ തുടർന്നാണ് നടപടി. കുടുംബത്തെ സ്ഥലത്തു നിന്ന് നീക്കിയെങ്കിലും പിന്നീട് ചിലർ സമാധി തുറക്കുന്നതിനെതിരെ രംഗത്തെത്തുകയായിരുന്നു. കല്ലറ പൊളിക്കാൻ കുറച്ചുകൂടി സമയം വേണ്ടിവരുമെന്ന് സബ് കളക്ടർ ആൽഫ്രഡ് പറഞ്ഞു. നിലമ്പൂർ MLA PV അൻവർ രാജിവെച്ചു. ഇനി വരുന്ന തെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ സ്ഥാനാർത്ഥിയാകാനില്ലെന്നും UDF സ്ഥാനാർത്ഥിക്ക് നിരുപാധിക പിന്തുണ നൽകുമെന്നും അൻവർ വാർത്താ സമ്മേളനത്തിൽ പ്രഖ്യാപിച്ചു. മലയോര മേഖലയായ നിലമ്പൂരിനെ അറിയുന്ന ആളെ UDF സ്ഥാനാർത്ഥിയാക്കണം. പ്രദേശത്തെ ഏറ്റവും പ്രശ്നം നേരിടുന്നത് ക്രൈസ്തവ വിഭാഗമാണെന്നും VS ജോയിയെ സ്ഥാനാർത്ഥിയാക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു. തൃശൂർ പീച്ചി ഡാം റിസർവോയറിൽ പെൺകുട്ടികൾ വീണുണ്ടായ അപകടത്തിൽ മരണം 2ആയി. ചികിത്സയിലായിരുന്ന പട്ടിക്കാട് ചാണോത്ത് പാറശ്ശേരി സജി സെറീന ദമ്പതികളുടെ മകൾ ആൻ ഗ്രേസ് ആണ് മരിച്ചത്. 16 വയസ്സായിരുന്നു. തൃശൂർ സെന്റ് ക്ലെയേഴ്സ് സ്കൂളിലെ +1 വിദ്യാർത്ഥിനിയാണ്. നേരത്തെ പട്ടിക്കാട് സ്വദേശിനി അലീന ഷാജൻ മരിച്ചിരുന്നു. 12 വർഷത്തിൽ ഒരിക്കൽ നട തുറക്കുന്ന മഹാകുംഭമേളയ്ക്ക് ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ തുടക്കമായി. ഇന്ന് നടന്ന പൗഷ് പൗർണമി സ്നാനത്തോടെയാണ് 45 ദിവസം നീളുന്ന മഹാകുംഭമേള ആരംഭിച്ചത്. ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇന്ത്യക്ക് വെളിയിൽ നിന്നും എത്തിയ 40 ലക്ഷത്തിലധികം തീർത്ഥാടകർ ഷാഹി സ്നാൻ കർമ്മം നിർവഹിച്ചു. വലിയ വരുമാനമാണ് മഹാകുംഭമേളയിലൂടെ യോഗി സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ആകെ 7000 കോടി രൂപയാണ് ബജറ്റ്. കുറഞ്ഞത് 2 ലക്ഷം കോടി രൂപയുടെ വരുമാനമാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. മകരവിളക്കിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ശബരിമലയിൽ തീർത്ഥാടകരുടെ തിരക്ക്. ചൊവ്വാഴ്ചയാണ് മകരവിളക്ക്. രാവിലെ 8:55 മകരസംക്രമ പൂജ. ഇതിനുശേഷം തിരുവിതാംകൂർ കൊട്ടാരത്തിൽ നിന്നും കൊണ്ടുവരുന്ന നെയ്യ് ഉപയോഗിച്ച് അഭിഷേകം ചെയ്യും. സന്നിധാനത്ത് തന്ത്രി കണ്ഠര രാജീവർ, മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി എന്നിവർ ചേർന്ന് തിരുവാഭരണം ഏറ്റുവാങ്ങി ദീപാരാധന നടത്തും. സംസ്ഥാനത്ത് തൈപ്പൊങ്കൽ പ്രമാണിച്ച് 6 ജില്ലകൾക്ക് ചൊവ്വാഴ്ച അവധി പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ഇടുക്കി, പാലക്കാട്, വയനാട് ജില്ലകൾക്കാണ് അവധി നൽകിയിരിക്കുന്നത്. തമിഴ്നാടുമായി അതിർത്തി പങ്കിടുന്ന ജില്ലകൾക്കാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിൽ 16 വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. 3 ജില്ലകളിൽ ബുധനാഴ്ച യെല്ലോ അലേർട്ട് നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ജനുവരി 16 വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ബുധനാഴ്ച തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്നീ ജില്ലകളിലാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് യെല്ലോ അലേർട്ട് നൽകിയത്. റഷ്യൻ കൂലിപ്പട്ടാളത്തിൽ കുടുങ്ങിയ മലയാളി മരിച്ചു. തൃശൂർ സ്വദേശി ബിനിലാണ് മരിച്ചത്. യുദ്ധമുഖത്ത് ബിനിലിനെ മുന്നണി പോരാളിയാക്കി റഷ്യ നിയമിച്ചിരുന്നു. യുദ്ധമുഖത്ത് വെടിയേറ്റാണ് മരണം. ഇന്ത്യൻ എംബസി മരണവിവരം ബിനിലിന്റെ കുടുംബത്തെ അറിയിച്ചു. ഇസ്രായേൽ ഹമാസ് വെടിനിർത്തൽ ചർച്ചകളിൽ നിർണായക പുരോഗതി. അമേരിക്കയുടെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിൽ നടന്ന ചർച്ചകളിൽ വെടിനിർത്തൽ ധാരണയായെന്ന് റിപ്പോർട്ട്. വെടിനിർത്തൽ സംബന്ധിച്ച കരടുരേഖ ഹമാസിനും ഇസ്രായേലിനും കൈമാറിയെന്നാണ് വിവരം. മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായി ഇരു രാജ്യങ്ങൾക്കും ഖത്തറാണ് കരടുരേഖ കൈമാറിയതെന്നും വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ്, അറബ് ന്യൂസുമടക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലെ വേലി നിർമ്മാണത്തിൽ പ്രതിഷേധമറിയിച്ച് ഇന്ത്യൻ ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തി ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം. ഇന്ത്യൻ ഹൈക്കമ്മീഷണർ പ്രണയ് വർമ്മയെയാണ് ധാക്കയിൽ ബംഗ്ലാദേശ് വിദേശകാര്യ സെക്രട്ടറി വിളിച്ചുവരുത്തിയത്. ഹൈക്കമ്മീഷണറെ വിളിച്ചുവരുത്തിയെന്ന് ബംഗ്ലാദേശ് വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിരുന്നു. ജനയുഗ ഓൺലൈൻ മോജ് ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനയുഗത്തിന്റെ വെബ്സൈറ്റ്, യൂട്യൂബ് ചാനൽ എന്നിവ സന്ദർശിക്കുക.